ഇന്ന് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് ഒരു സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ച വെക്കാണ് ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടുനോക്കി പൊളിച്ചടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വീഡിയോ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ആണ്. വട്ടപ്പാറയിൽ നിന്നും ഊണിയൽപ്പാലം അണ്ടർപാസ് വരെയുള്ള നമ്മൾ കുറച്ച് മുന്നേ ഒരുപാട് വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വർക്കും കഴിഞ്ഞ് വട്ടപ്പാറയുടെ തുടക്കമാകണ്ടല്ലോ, ആ ഉയർന്ന കുന്ന് അത് കട്ട് ചെയ്തിറക്കിയ അതിൻ്റെ സോയിലിനാൽ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞ് ആ ഒരു വീഡിയോ മുതലാണ് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രോൺ പുറത്താണ് വട്ടപ്പാറയുടെ മനോഹരമായ ആ കാഴ്ചകൾ കാണാം. ഇതാ കണ്ടോളിട്ടോ, വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ തുടക്കം. കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് 4 കിലോമീറ്റർ ദൂരപരിധിയിൽ 2 കിലോമീറ്റർ 100 മീറ്റർ വയഡക്ട് കൊടുത്തുള്ള ഇന്ത്യയിൽ 3ാമത്തതും കേരളത്തിലെ 1ാമത്തതുമായിട്ടുള്ള ഏറ്റവും വലിയ വയഡക്ട് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. മുന്നേ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ വട്ടപ്പാറ തുടക്ക ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. വർക്ക് കംപ്ലീറ്റ് ആയ സമയത്തൊക്കെ അത് ഇടിഞ്ഞ് വീണിട്ട് വീണ്ടും അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഉയരത്തിൽ ഏറ്റവും വലിയൊരു കുന്നിൻ പ്രദേശം ഇരുവശവും കട്ട് ചെയ്തിറക്കിയ ഭാഗമായതുകൊണ്ട് സോയിൽ ലൈൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് സിമെൻറ്റ് കമ്പിയൊക്കെ അടിച്ചുള്ള സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ആകും. ചില ഭാഗം ഇടിഞ്ഞു വീഴും. ചവിടി മണ്ണും പാറകളും എല്ലാം കൂടി മിക്സായ ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അത് നോക്കി ആ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ എത്രത്തോളം ഉയരത്തിൽ നിന്നാണ് അത് കട്ട് ചെയ്തൊക്കെ നമുക്ക് വളരെ ഡ്രോൺ വഴി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വട്ടപ്പാറ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വളാഞ്ചേരി ബൈപ്പാസ്, വളാഞ്ചേരിയിലേക്കുള്ള റോഡ് ഇതിൻ്റെ തുടക്ക ഭാഗത്തിൻ്റെ അടിഭാഗത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗത കുരുക്കിന് വളരെയധികം കുറവാട്ടോ. ഈ പാലം വന്നതോടുകൂടി വളാഞ്ചേരിയിൽ സുഖകരമായി പോകാം. നമുക്കറിയാം വട്ടപ്പാറ വളവിൻ്റെ ഏരിയയിലൊക്കെ അപകടങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെ ആയിട്ടുണ്ട് നമ്മളെ പാലം വന്നത്. അങ്ങോട്ടൊക്കെ ആ ഏരിയയുടെ റോഡ് നമ്മുടെ ഇവിടെ SNDP അതിൻ്റെ ഓഫീസൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വട്ടപ്പാറയിലേക്ക് ഇങ്ങനെ വളഞ്ഞ് പോകുന്ന, വളാഞ്ചേരിയിലേക്ക് അങ്ങനെ വളഞ്ഞ് പോകുന്ന ആ ഏരിയ കാണാം. ആ ഒരു ഭാഗത്താണ് വാഹനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാറുള്ളത്. ഒക്കെ വളരെ സുഖകരമായി ഈ റോഡ് കടന്നു പോകുന്നതോടെ അവൻ ഇവിടുന്ന് അങ്ങോട്ട് വയഡക്ട് 2.5 കിലോമീറ്റർ കാവുംപുറം കാട്ടുപ്പരുത്തി അങ്ങനെ ഊണിൽപ്പാലം അണ്ടർപാസ് വരെ പോകുന്ന സൂപ്പർ കാഴ്ച. അതിനൊരു വ്യൂ ഒക്കെയാണ്. എന്താല്ലേ പുറത്തേക്കുള്ള പച്ചപ്പ് മരങ്ങൾ ഒക്കെ കാണാൻ. ആ പാലത്തിൻ്റെ തൂണിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് നോക്കി, ബ്ലൂ കളറിൽ അതിൻ്റെ പാലത്തിൻ്റെ പില്ലർ ഏകദേശം ഒരു 30 മീറ്ററോളം ഹൈറ്റുള്ള വലിയ പില്ലറുകളാണ്. പിയർ ക്യാപ്പ് കൊടുത്തു. ഇരുവശത്തും ബാരിയറിൻ്റെ വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറുകളും അതുപോലെ റോഡിൻ്റെ ട്രാക്കൊക്കെ ഇങ്ങനെ ഇട്ടുപോകുമ്പോൾ ഇട്ടുപോയ മനോഹരമായ ചുമൻ്റെ വാളിൻ്റെ സൈഡ് വാളിൻ്റെ ആ പെയിൻറ്റും വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളി കാഴ്ചയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഊണിൽപ്പാലത്തേക്ക് അങ്ങോട്ട് ദൂരേക്ക് നോക്കി ആ ഒരു ഇങ്ങനെ ഒരു ബെൻഡ് കാണാല്ലേ, അതുവരെ സ്ട്രൈറ്റായിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. വയലിലൂടെയാണ് കൂടുതലും പാടം ഏരിയയിൽ കൂടി തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്ന പുതിയ റോഡ്. അങ്ങനെ നമ്മളിന്ന് ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ വർക്ക് നമുക്കറിയാം 4 വർഷം മുമ്പൊക്കെ ഇതിൻ്റെ ആ തുടക്കം സ്റ്റാർട്ടിങ് ഇതിൻ്റെ പൈലിംഗ് വർക്കുകളും പാലത്തുള്ള പൈലിംഗ് വർക്കുകളും അതിൻ്റെ പില്ലർ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ ബൈക്കുമായി ഇങ്ങനെ കടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച, പില്ലറിൻ്റെ അടിയിലൂടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വളരെ എന്നായിരിക്കും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാമെന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്ത് മനോഹരമായ സൂപ്പർ പാലം, വയഡക്ട് പാലം. അതായത് വട്ടപ്പാറയുടെ തുടക്കം, ഈ പാലത്തിൻ്റെ തുടക്കം വട്ടപ്പാറയിൽ നിന്നും കാവുംപുറം കാട്ടുപ്പരുത്തി അങ്ങനെ ഊണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നിന്നാണ് നമ്മളെ വട്ടപ്പാറയിൽ നിന്നും വളാഞ്ചേരി കൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് ഊണിയൽപ്പാലത്താണ് ആ റോഡ് ടച്ച് ചെയ്യുന്നത്. ആ ഭാഗം വരെ മനോഹരമായൊരു റോഡിൻ്റെ വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ അവിടെ കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് മുക്കിലപ്പീടിക പാണ്ടികശാല അങ്ങനെ കടന്നു പോകും. ആ ഏരിയ വളരെ ടഫായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ഏരിയത്തെ റോഡിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനും വളരെ അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അവിടെ കയറ്റിറക്കങ്ങളും ഊണിൽപ്പാലം ചോലവള ഭാഗമൊക്കെ വളരെ പ്രയാസമായിരുന്നു വർക്ക് പൂർത്തീകരിക്കാൻ. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ഘട്ടമുണ്ടായിരുന്ന വർക്ക് കുറ്റിപ്പുറത്തെ ആ ആർച്ച് വെക്കുന്നതും അതുപോലെ തന്നെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗത്തുള്ള വട്ടപ്പാറയുള്ള ആ വർക്കുകളും ആ ചുമരിൻ്റെ വർക്കുകളൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ നമ്മളെ കൂരിയാട് ഇതായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വാഹനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും കുറ്റിപ്പുറാകട്ടെ വട്ടപ്പാറാകട്ടെ കൂരിയാടാകട്ടെ എല്ലാ ഭാഗത്തും വാഹനങ്ങൾ വളരെ സുഖകരമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കേട്ടോ.
അപ്പോൾ ഗേസ് നമ്മൾ ഇവിടെ എത്തിയറിയാം, നമ്മളെ കാവുംപുറം റോഡ് കുറച്ച് മുന്നേ കണ്ടു. അത് കഴിഞ്ഞ് കാട്ടുപ്പരത്തി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഊണിയൽ പാലം. ഈ പാലത്തിൻ്റെ ഈ റോഡിൻ്റെ ഈ ബൈപ്പാസ് റോഡിൻ്റെ അവസാന ഘട്ടമായി ഊണിയൽ പാലത്ത് എത്താറായിട്ടുണ്ട് ഏകദേശം. അങ്ങനെ നമുക്കറിയാം ഇവിടെയാണ് പാലത്തിൻ്റെ ലാസ്റ്റ് 2 കിലോമീറ്ററും 100 മീറ്ററും വൈൻഡപ്പിങ് പാലം കഴിയുന്നത് വട്ടപ്പാറയിൽ നിന്നും. അങ്ങനെ ഇവിടുന്ന് വീണ്ടും ഇരുവശവും മണ്ണിട്ടുയർത്തി സൈഡിൽ കോൺക്രീറ്റിൽ, അതായത് കരിങ്കൽ പടുത്തിട്ട് ഒക്കെ നല്ല ബലപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം ഒരുപാട് കൾവർട്ടുകളുണ്ട്. ഈ പാലത്തിൻ്റെ ഈ റോഡിൻ്റെ തുടക്കം മുതൽ വട്ടപ്പാറ മുതൽ ഊണിയൽ പാലം വരെ ചെറിയ ചെറിയ വലുതുമായിട്ടുള്ള കൾവർട്ടുകൾ, തോടിന് കുറി വരുന്ന വലിയ പാലങ്ങൾ, അങ്ങനെ അണ്ടർപാസുകൾ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അണ്ടർപാസുകളും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഊണിയൽ പാലത്തെത്തിയിട്ടുള്ളത്. ഇവിടെ ചെരിച്ചിട്ടാണ് ഇരുവശവും ഈ റോഡിനെ പടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ ഇടിഞ്ഞ് വീഴാതിരിക്കാനൊക്കെ വേണ്ടി സൈഡിൽ കോൺക്രീറ്റ് കരിങ്കല്ല് കൊണ്ടൊക്കെ പടുത്ത് റോഡിൽ വരുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ചാലൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതാണ് നോക്കി സ്ട്രൈറ്റ് ഊണിയൽ പാലത്തിൻ്റെ ആ ഏരിയ കാണട്ടോ. ഇവിടെ പാടത്ത് നല്ല രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാം. അവിടെ കൈവരി കൊടുത്തിട്ട് ആ വയലിൽ തോടും ഒക്കെ അങ്ങനെ കൂടിച്ചേർന്ന് ഈ പാലത്തിനടിഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്ത് വെള്ളം ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ആ ഭാഗത്തും നല്ല മനോഹരമായ കുളങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ, നല്ലൊരു വൈബുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കാട്ടുപ്പരുത്തി വന്ന് അങ്ങോട്ട് ഊണിയൽ പാലം വരെ വരുന്നുണ്ട്. ആ സ്ട്രൈറ്റായിട്ടൊക്കെ ഈ റോഡൊക്കെ ആണെങ്കിൽ ഇവിടെ സെൻറ്ററത്തെ ഡിവൈഡർ, അതുപോലെ തന്നെ ട്രാക്ക് ഇട്ട് പോയത് കൈവരികൾ, സ്റ്റീൽ ഇരുമ്പിൻ്റെ കൈവരികളാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ പറഞ്ഞ ഏരിയയിൽ എത്താറായിട്ടോ. അപ്പോൾ ഇവിടെയുണ്ടൊരു അണ്ടർപാസ്. നമുക്കറിയാം, ഞാൻ ഈ റോഡിൻ്റെ ഈ വട്ടപ്പാറയുടെ വീട് അതിൻ്റെ തുടക്കത്തിൽ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ആ സമയത്താണ് ഇതിൻ്റെ പ്രധാന ചളിക്കെട്ടുകൾ, അതായത് ഇതിൽ നമുക്ക് വാഹനങ്ങൾ തന്നെ കടന്നു പോകാൻ പറ്റാത്തൊരു, ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു, ചളിയൊക്കെ ആയിട്ട്. അന്ന് ഈ ഭാഗത്ത് നല്ല ഓർമ്മ വരും. ഇവിടെയാണ് നമ്മളെ ബൈക്ക് പോകേണ്ടത്. പഴയ വീഡിയോ വട്ടപ്പാറിൻ്റെ അടുത്ത് നോക്കിയാൽ കാണാം ആ ഒരു ഇവിടെ ഒരു അണ്ടർപാസ് ഇതാ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചളിയിൽ കുടുങ്ങി നമ്മൾ വേറൊരു തോട്ടിലൊക്കെ പോയിട്ട് അന്ന് ക്ലിയറായിട്ട് വീട്ടിലേക്ക് വിട്ടേട്ടോ. അങ്ങനത്തെ ഒക്കെ ഏരിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ വർക്ക് തുടങ്ങുന്ന അന്ന് മുതൽ പാലത്തിൻ്റെ പില്ലർ കഴിഞ്ഞ് ഏകദേശം പിയർ ക്യാപ്പും ഗർഡർ വെച്ചതിന് ശേഷം വരെ അതുവരെ നമുക്ക് അടിഭാഗത്തു കൂടിയാണ് കടന്നു പോകാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ മെയിൻ കോൺക്രീറ്റ് അപ്പോൾ കുറേയൊക്കെ മുകൾ ഭാഗത്തുകൂടി അങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് സുഖകരമായി നമുക്ക് മുകളിലൂടെ പോകാം. മറ്റൊക്കെ ചളിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും, ബൈക്കിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീട് ആ ചളി ഒക്കെ ആയിട്ട് ഇവിടെ തോട്ടിൽ നിന്ന് കഴുകി. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായ ഒരു ഏരിയയും കൂടിയാണ് വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ ഇതാ ഊണിയൽ പാലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് പടുത്ത് പിന്നീട് സൈഡ് 6 വരിപ്പാത ബ്ലോക്കിൽ പതിച്ചുയർത്തി റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതാണ്. അങ്ങനെ നമ്മൾ വട്ടപ്പാറയിൽ നിന്നും പാലത്തിൻ്റെ മനോഹരമായ കാഴ്ച കണ്ട് ഊണിയൽ പാലത്തെത്തി. ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള മറ്റു റോഡിൻ്റെയും എൻ്റെ പ്രാദേശിക, അതുപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, കാണാം ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റീസ് വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ്.